പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എന്നെ ഇത്ര നാളം നെഞ്ചിലേറ്റിയ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അനുഭവങ്ങളും പരാജയങ്ങളും. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വിശ്വാസത്തിൻ്റെ ഒരു കഥ പറഞ്ഞുതരും. നമ്മൾ പള്ളിയിലും അമ്പലത്തിലും കാഴ്ചകളും വഴിപാടുകളും പള്ളികളിലും സക്കാത്തൊക്കെ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് നമ്മൾ ഹാഫ് മൈൻഡഡ് ആയിട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഫുൾ മൈൻഡഡ് ആയിട്ട് ചെയ്ത് അതിൽ വിശ്വാസം അർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് 100 അനുഗ്രഹങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്നെ കുറേ പേര് കളിയാക്കി. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സ്വാമി വിവേകാനന്ദൻ, പലരും എന്നെ ഒരു ഭ്രാന്തി എന്ന് ചിത്രീകരിക്കപ്പെടും. ബട്ട് ഞാൻ എവിടെയും തളരില്ല. എൻ്റെ വിശ്വാസം അത് ഞാൻ സംരക്ഷിക്കും. അത് മുന്നോട്ട് പോകാനുള്ള എൻ്റെ കരുത്താണ് എൻ്റെ വിശ്വാസം. പിന്നെ പരാജയങ്ങളിൽ വഴിപ്പെടാത്ത ഒരു മനുഷ്യരുമില്ല. പരാജയം വിജയത്തിൻ്റെ മുന്നോടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പരാജയം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ പല പരാജയങ്ങളും ഞാൻ നേരിട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ഗഡ്സ് വേണം. ആ ഗഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ തോറ്റെന്ന് വരാം, പക്ഷേ നമ്മളവിടെ എന്ത് കാണിക്കണം? നമ്മളെ തന്നെ പ്രൂഫായിട്ട് കാണിക്കണം. എന്നാൽ മാത്രമേ വിജയത്തിലെത്തിക്കാനായിട്ട് ഏത് പ്രവൃത്തിയിലും പ്രാക്ടിക്കലായി ചിന്തിക്കുക. അതാണ് നമ്മൾക്ക് ഏറ്റവും ഉചിതമായ കാര്യം. പ്രാക്ടിക്കൽ അതൊരു സ്പിരിറ്റായിട്ട് എടുക്കുക. പ്രാക്ടിക്കൽ അത് വാക്കുകൊണ്ട് പറയുന്നതിലല്ല, പ്രവൃത്തിയിലാണ് അത് കാണിക്കേണ്ടത്. വാക്ക് പറഞ്ഞിട്ട് ചിലർ പ്രവർത്തിക്കാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അപ്പം വാക്കിലാണ് പ്രവൃത്തി. അതായത് വാക്കുകൊണ്ട് പ്രവൃത്തി. ആ വാക്ക് ശരിക്കും അത് പ്രസൻ്റ്ലി വരണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താ പറയുക, പ്രസൻറ്റ് ലൈഫ് നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രസൻറ്റ് ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ അഹോരാത്രം പണിയെടുക്കണം. ആ പണിയെടുക്കാനായിട്ടുള്ള മനസ്സില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല. എത്ര നമ്മളെ ഇതാക്കിക്കോട്ടെ, അവരവരുടെ വഴിക്ക്. അതായത് മത്സരിക്കാൻ ഞാൻ ആരോടും മത്സരിക്കാനില്ല. വിട്ടുകൊടുക്കേണ്ടതാണ്. അവിടെയാണ് നമ്മുടെ മനസ്സ് കാണിക്കേണ്ടത്. ഹാഫ് മൈൻഡഡ് ആയിട്ടല്ല, ഫുൾ മൈൻഡഡ് ആയിട്ട് നമ്മൾ നിൽക്കണം. വിട്ടുകൊടുക്കണം. അതായത് മത്സരിക്കുന്നവരെ നമ്മൾ ഒന്നും വില വയ്ക്കരുത്. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. മത്സരിക്കുന്നവർ അവരുടെ ഭാഗത്തുനിന്ന് മത്സരിച്ചോട്ടെ, നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക. നമ്മൾ വിട്ടുകൊടുക്കുക. അതിന് മനസ്സാക്ഷി ഉണ്ടാവണം. അതുള്ളൊരു മനസ്സാക്ഷിയുള്ള വ്യക്തിയായി മാറണം നിങ്ങൾ ഓരോരുത്തരും. അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു മോട്ടിവേഷൻ. അപ്പോൾ പരാജയങ്ങളിൽ കൂപ്പുകുത്താത്ത ഒരു മനുഷ്യരുമില്ല. അഹന്ത വന്നു കഴിഞ്ഞാൽ അവിടെ പരാജയം സംഭവിക്കും എന്നുള്ളതിന് ഒരു പഴഞ്ചൊല്ല് ഞാൻ പറയാം. മാളിക മുകളിലേറിയ മന്നൻ്റെ മുകളിൽ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭഗവാൻ. ഈ 2 പ്രതലത്തിൽ കൂടെയും വന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. ഞാൻ ഏത് ഒരു ഇതെടുത്താലും അതിൽ എൻ്റേതായ ശരികൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. തെറ്റിക്കോട്ടെ, ആ തെറ്റ് തിരുത്തി ഞാൻ മുന്നോട്ട് പോകും. അതാണ് എൻ്റെ ഒരു ശരി. ഞാൻ മറ്റുള്ളവരെ വാക്ക് കേൾക്കാറില്ല. നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവർക്കല്ല പ്രാധാന്യം കൊടുക്കും. ഞാൻ എന്നെ തന്നെയാണ് വിലയിടുന്നത്. വാല്യുബിൾ ആയിരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മറ്റുള്ളവരല്ല നമ്മളെ വില കൽപ്പിക്കേണ്ടത്. നമ്മൾ തന്നെയാണ് നമുക്ക് വില കൽപ്പിക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ സമൂഹത്തിന് ഞാൻ നൽകുന്ന ഒരു മറുപടി അതാണ്. എൻ്റെ ജീവിതം അതാണ് നിങ്ങൾക്ക് ഞാൻ തരുന്ന മറുപടി. അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ സന്ദേശം തരുന്നത്. അപ്പോൾ പലരും എന്നെ ഭ്രാന്തി എന്ന് വിളിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നവും ഇല്ല. പലരും എന്നെ കുറ്റം പറഞ്ഞോട്ടെ, അതൊരു എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. അപ്പോൾ നമ്മൾ പോകേണ്ടത് നമ്മുടെ പാത്വേ സ്വീകരിച്ച് പോയിക്കോ. അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇപ്പം പണിയില്ലെങ്കിലും വേറെ പണികൾ കണ്ടെത്തി ജീവിക്കാനായിട്ട് പഠിക്കുക. അത്രയേ ഉള്ളൂ മോട്ടിവേഷൻ. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ പണിയായാലും അതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ഇപ്പോഴത്തെ പുതിയ തലമുറ ശ്രമിക്കേണ്ടതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ 20 വയസ്സിൽ ജോലിക്ക് കയറിയ ഒരു വ്യക്തി. പല ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന ജോലി ചെയ്യണമെന്നൊന്നുമില്ല. ചെറിയ ജോലികൾ ചെയ്താലും മതി. അപ്പം നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പരാജയം ഉണ്ടായിക്കോട്ടെ, പരാജയമാണ് നമ്മുടെ വിജയം. ആ പരാജയത്തിൽ കൂപ്പ് കുത്തുമ്പോഴാണ് നമുക്ക് ഓരോ തിരിച്ചറിവുകൾ ഉണ്ടാവുക.
ആ തിരിച്ചറിവ് അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഒരു വിശ്വാസം നമുക്കുണ്ടാകും. ആ വിശ്വാസത്തെ മുറുകെ പിടിക്കാനായിട്ട് ഇപ്പോഴത്തെ പുതിയ തലമുറ ശ്രമിക്കേണ്ടതാണ്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ വന്ന് ഇത്രത്തോളം പറയണമെങ്കിൽ എന്നെ ആരും കേൾക്കണമെന്ന് എനിക്കില്ല. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. മനസ്സിലായോ? അപ്പോൾ എനിക്കെന്നുള്ളത് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. കേൾക്കാനുള്ളവർ കേൾക്കുക, അല്ലാത്തൊരു ചെവി തരാണ്ട് പോവുക. അതാണ് എൻ്റെ പോളിസി. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂ ഉണ്ടെന്ന് നമ്മൾ തന്നെ വിചാരിക്കണം. അല്ലാതെ മറ്റുള്ളവരല്ല വാല്യൂ ഇടേണ്ടത്, നമ്മൾ തന്നെയാണ് നമുക്ക് വാല്യൂ ഇടുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ ബേസ് ചെയ്ത് നിങ്ങൾ ജീവിതത്തിൽ പോവുകയാണെങ്കിൽ ഇത് നല്ലൊരു ശുഭദിനം ഞാൻ നേരുകയാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 വരി ഒരു പാട്ട് എനിക്ക് പാടാനൊന്നും അറിയില്ല, എന്നാലും ഞാൻ പാടാം. എൻ്റെ കഴിവുകൾ വലിയ കഴിവൊന്നുമില്ല, എനിക്ക് കുറവുകൾ മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്കൊന്ന് നോക്കാം. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, എൻ്റെ ആത്മീയ തോണിയിൽ എൻ്റെ ജീവനിരിപ്പു. കാറേ നീ പെയ്യരുതിപ്പോൾ, കാറ്റേ വീശരുതിപ്പോൾ, ആത്മീയ തോണിയിൽ എൻ്റെ ജീവനിരിപ്പു. ലാ 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 ലാ. ഇത് നിങ്ങൾക്കായി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലൂടെ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. 10 പേരെങ്കിലും മതി എൻ്റെ കൂടെ, എനിക്കൊരു പ്രശ്നവുമില്ല കേട്ടോ. ഓക്കെ, ബൈ ബൈ.